പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നേ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ അല്ലെങ്കിൽ പ്രിയങ്കരിയായ വേണ്ടപ്പെട്ട ഒരാളുടെ പിറന്നാൾ ദിവസമാണ്. നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ നിന്നും ഒരിക്കൽ പോലും ഒരു നേരം പോലും നമുക്ക് ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത വിധം അത്രമേൽ ഇഴചേർന്ന് നിൽക്കുന്ന ഒരാൾ. തല പുകയ്ക്കേണ്ട, പറഞ്ഞു വരുന്ന മറ്റാരെയും കുറിച്ചല്ല, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ഗൂഗിളിന്റെ പിറന്നാൾ ദിനമാണിത്. ഹാപ്പി ബർത്ത്ഡേ ഗൂഗിൾ. അങ്ങനെ ഗൂഗിളിൽ നിന്ന് 27 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ 27 വർഷമായിട്ട് നമുക്കൊപ്പമുണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗൂഗിൾ. സിയ ഉണ്ട് എനിക്കൊപ്പം. ബർത്ത്ഡേ വിശേഷങ്ങൾ ഗൂഗിളിന്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട്. സിയ, ഒരു ദിവസം നമ്മളെ ഏറ്റവും കൂടുതൽ സഹിക്കുന്ന ഒരാൾ ഒരു പക്ഷേ ഈ ഗൂഗിൾ ആയിരിക്കും. ഗൂഗിൾ ഇല്ലാത്തൊരു ദിവസം സിയക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഗൂഗിൾ ഇല്ലാത്ത ഒരു ദിവസം അത് ഭയങ്കര കഠിനമായിരിക്കും, ഉറപ്പാണ്. അതേപോലെ നമ്മളെ ഏറ്റവും കൂടെ സഹിക്കുന്നത് മാത്രമല്ല, നമ്മളെക്കുറിച്ച് A to Z അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ആയിരിക്കും. നമ്മുടെ മൈൻഡ് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളിപ്പോൾ എന്താണ് ചിന്തിച്ചത്, നമുക്കിപ്പോൾ എന്താണ് വേണ്ടത്, അത് എപ്പോൾ നമ്മളൊരു ടാബ് എടുത്താലും അത് ഉടനെ നമുക്കത് അഡ്വർടൈസ്മെൻ്റ് ആയിട്ടും മറ്റ് ഇൻഫർമേഷനായിട്ട് അത് മുന്നേ വരുമ്പോൾ നമുക്ക് അതിനൊരു അതിശയം തോന്നും. അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ ഈ ഗൂഗിൾ. ആ ഗൂഗിളിനാണ് ഇന്ന് 27 വയസ്സ് തികഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പിറകോട്ട് ആലോചിക്കുകയാണെങ്കിൽ 1998 ഇത് വെറും ഒരു സെർച്ച് എഞ്ചിൻ മാത്രമാണ്. 2 കുട്ടികൾ ഇത് അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ഒരു സെർച്ച് എഞ്ചിനാണ്. ഇന്ന് ഇത്രയും 27 വർഷങ്ങൾ കഴിയുമ്പോൾ അത് വലിയൊരു ടെക് ജയൻറ്റ് മാത്രമല്ല, വലിയൊരു ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ. അതേപോലെ ഇന്ന് ഗൂഗിൾ നമുക്ക് തരുന്ന സർവീസുകൾ, അതില്ലാതെ നമുക്ക് ഒരു ദിവസം മുന്നോട്ട് പോകത്തില്ല. ഈവൻ എക്സാമ്പിൾ ഒരു ഗൂഗിൾ മാപ്പ്. ആ ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നമുക്ക് ഓൾറെഡി നമുക്ക് ചില സമയത്ത് പണി തരുമെങ്കിലും നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നില്ല. ഗൂഗിൾ മാപ്പിലാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നതും വഴികൾ കണ്ടെത്തി, നമുക്ക് കുറുക്കു വഴികൾ കണ്ടെത്തി നമുക്ക് അവിടേക്ക് എത്തിക്കുന്നതും എല്ലാം ഗൂഗിൾ മാപ്പാണ്. അതേപോലെ ആൻഡ്രോയിഡിലെ ആപ്സുകളായിക്കോട്ടെ, ജിമെയിൽ, അതേപോലെ ലെൻസ്, ടൂള്, ഇതെല്ലാം ഗൂഗിൾ പേ, ജിമെയിൽ, ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. അതില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തേ ഇല്ല. അതേപോലെ തന്നെ ഇന്നത്തെ അവരുടെ ഗൂഗിളിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഡൂഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവരുടെ ആ ഒരു വിൻറ്റേജ് ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ആദ്യത്തെ ലോഗോയാണ് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡൂഡിനും ഒരു രസകരമായ കഥ പറയാനുണ്ട്. ഈ 2 കുട്ടികൾ, ലാരിയും അതേപോലെ മറ്റേ കുട്ടിയും കൂടെ അവരുടെ ഓഫീസിൽ ഒരിക്കൽ അവരില്ലാന്ന് അറിയിക്കാൻ വേണ്ടി അവിടുത്തെ ഓഫീസിൽ ബാക്കിയുള്ളവരെ അറിയിക്കുക, അവർ ഫെസ്റ്റിവലിന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴേക്കും അന്ന് അവർ ആബ്സെൻ്റ് ആയിരിക്കും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ ഡൂഡിൽ പ്രസിദ്ധീകരിച്ചത്. ഇന്നിപ്പോൾ ഈ ഒരു 27 വർഷത്തിന് നോക്കുവാണെങ്കിൽ എന്ത് ഇവൻറ്റ് വന്നാലും, അല്ലെങ്കിൽ എന്ത് ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ് വന്നാലും, സെലിബ്രേഷൻസ് വന്നാലും, ബർത്ത്ഡേ ആരുടെയെങ്കിലും സെലിബ്രിറ്റികളുടെ ആയിക്കോട്ടെ, മറ്റ് പ്രമുഖ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആയിക്കോട്ടെ, നമ്മളെ ഓർപ്പിക്കുന്നത് ഈ ഡൂഡിലാണ്. അപ്പം അതും ഒരു രസകരമായ കഥയാണ്. അതേപോലെ നമ്മുടെ ഡെയിലി ലൈഫിന് ഇത്രയും സ്മൂത്താക്കിയ ഗൂഗിളിന് ഒരിക്കൽ കൂടെ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ സിയ, ശരി. അപ്പോൾ